നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ നെക്സ്റ്റ് ഒരു മൊഡ്യൂളാണ്. ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിസിനസ്സിനകത്ത് വരുന്ന ചില റീഓർഗനൈസേഷൻ റീകൺസ്ട്രക്ഷനെ കുറിച്ചാണ്. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകും. റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് റീഓർഗനൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്ട്രക്ചറാണ്. അതായത് സാധാരണ ഒരു റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഈ ആക്ച്വലി റീകൺസ്ട്രക്ഷൻ നമുക്ക് രണ്ട് രീതിയിലുണ്ട്. എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ഉണ്ട്, ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ ഉണ്ട്. അതായത് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് രണ്ടാമത് ഒരു ഉടച്ചു വാർക്കുക എന്നുള്ളൊരു മീനിങ് പോലെ അല്ലേ, രണ്ടാമത് കൺസ്ട്രക്റ്റ് ചെയ്യുക. അത് എന്തിനു പല രീതിയിലുണ്ട്. രണ്ട് രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഇൻറ്റേർണൽ ഉണ്ട്, എക്സ്റ്റേണൽ ഉണ്ട്. സോ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ അതൊരു ബിസിനസ് ഓൾറെഡി ഉള്ള ഒരു കമ്പനി അത് വൈൻഡപ്പ് ചെയ്ത് വേറൊരു കമ്പനിയായിട്ട് തുടങ്ങുന്നു. സോ അതാണ് ഒരു എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓൾറെഡി ഉള്ളൊരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്നു, ദെൻ ഒരു പുതിയൊരു കമ്പനി ഫോം ചെയ്യുന്നു. സോ അതൊക്കെയാണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ. കാരണം ഒന്നോ അതിലധികം കമ്പനികൾ ലിക്വിഡേറ്റ് ചെയ്ത് വേറൊരു പുതിയൊരു കമ്പനിയായിട്ട് ഫോം ചെയ്യുന്നതൊക്കെ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ്റെ ഭാഗമാണ്. സോ അപ്പോൾ അവിടെ എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പറ്റും, അവിടെ ഓണർഷിപ്പ്, മാനേജ്മെൻറ്റ് ഇതെല്ലാം ചേഞ്ച് വരുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഫോർമേഷൻ, ആ കമ്പനിയുടെ രജിസ്ട്രേഷൻ തന്നെ ചേഞ്ചസ് വരുന്നുണ്ട്. സോ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. സോ അവിടെ ഇൻറ്റേർണൽ ബിസിനസ്സിൻ്റെ അകത്ത് ഓൾറെഡി അതിൻ്റെ മാനേജ്മെൻറ്റ് കാര്യങ്ങൾ യാതൊരു വ്യത്യാസമില്ല, ബിസിനസ് പേര്, കമ്പനിയുടെ പേരിൽ വ്യത്യാസമില്ല. പക്ഷേ ബിസിനസ്സിൻ്റെ അകത്ത്, ആ കമ്പനിയുടെ അകത്ത് ചില ചേഞ്ചസ്, മാറ്റങ്ങൾ വരുന്നുണ്ട്. സോ അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് അവരുടെ അവകാശങ്ങൾ, റൈറ്റുകൾ കുറിച്ച് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അവരുടെ ക്ലെയിമുകളെ കുറിച്ച് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് എന്തൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അത്ര നല്ലതല്ലാത്തൊരു സ്റ്റേജിലേക്ക് വരുമ്പോൾ അവരുടെ ലോസുകൾ കൂടുന്നു. അവരുടെ ഇൻറ്റാഞ്ചിബിൾ അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റിൻ്റെ വാല്യൂ ഇതെല്ലാം ഭയങ്കരമായിട്ട് കൂടുമ്പോൾ അതെല്ലാം ഒന്ന് റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടി, റീഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, ആ ഒരു സ്കീം കൊണ്ടുവരുന്നത്. സോ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്ട്രക്ചർ, അതായത് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ, ക്യാപിറ്റലിൻ്റെ ആ സ്ട്രക്ചർ, പ്രിഫറൻസ് ഷെയർ, ഇക്വിറ്റി ഷെയർ, ഡിബഞ്ചേഴ്സിൻ്റെയൊക്കെ സ്ട്രക്ചറിന് മാറ്റം വരുത്തുക. ചിലപ്പോൾ കുറയ്ക്കേണ്ടി വരും, ചിലപ്പോൾ ഓൾട്ടർ ചെയ്യേണ്ടി വരും. അങ്ങനെ പല രണ്ട് രീതിയിൽ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ നമുക്ക് നടത്താൻ പറ്റും. സോ അപ്പോൾ അത് ഏതൊക്കെ രീതി എന്നുള്ളത് ഞാനിവിടെ പറഞ്ഞു. എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ, ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു. ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് കമ്പനി പുതിയൊരു കമ്പനി ഫോം ചെയ്യുകയാണ്. സോ മറ്റാണെങ്കിൽ എക്സിസ്റ്റിംഗ് കമ്പനി തന്നെ ലീഗൽ സ്റ്റാറ്റസിൽ വ്യത്യാസം വരുത്താണ്. ഇന്ത്യയിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിനകത്ത് വരുന്ന ചേഞ്ചസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞതെന്ന് ഡിസ്കസ് ചെയ്തു. നമുക്ക് രണ്ട് രീതിയിൽ റീകൺസ്ട്രക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്ന് ക്യാപിറ്റൽ റിഡക്ഷൻ മെത്തേഡ്, ഒന്ന് ഓൾട്രേഷൻ മെത്തേഡ്. സോ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് റീഓർഗനൈസേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി വിതൗട്ട് ഫോമിങ് എ ന്യൂ കമ്പനി. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ, റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. രണ്ട് രീതിയിൽ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. സോ ഇതെന്തിനു വേണ്ടിയാണ്? പാസ്റ്റ് അക്യൂമുലേറ്റഡ് ലോസ്, ഫിക്റ്റീഷ്യസ് അസറ്റ് ഇതെല്ലാം തന്നെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആണ് ഈ ഒരു ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ നിലവിൽ അല്ലെങ്കിൽ ആ സ്കീം അഡോപ്റ്റ് ചെയ്യുന്നത്. സോ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞാണോ അല്ലേ, നമ്മൾ ഇപ്പോൾ പറഞ്ഞായിരുന്നു നമ്മൾ ഏതൊരു സാഹചര്യത്തിലാണ് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ കൊണ്ടുവരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ പാസ്റ്റ് അക്യൂമുലേറ്റഡ് ലോസ്, ഫിക്റ്റീഷ്യസ് അസറ്റ്, ഇൻറ്റാഞ്ചിബിൾ അസറ്റ് ഇതിൻ്റെ എല്ലാം വാല്യൂ ഭയങ്കരമായിട്ട് കൂടുന്നു. സോ ഇതൊന്നും കൂടിയുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളില്ല. നമുക്ക് ലോസ് കൂടി നമുക്ക് ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ വരുന്നത്. അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയൊക്കെ കുറച്ച് ക്ലെയിമുകൾ റെഡ്യൂസ് ചെയ്തുകൊണ്ട്, ഷെയർ ക്യാപിറ്റലിനകത്ത് വരുന്ന ചെറിയ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്, അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന അസറ്റുകളെല്ലാം, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയും. ദെൻ ഷെയറിൻ്റെ ഫേസ് വാല്യൂ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ഫേസ് വാല്യൂ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കമ്പനിയുടെ വാല്യൂ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി അത് സഹായിക്കുന്നുണ്ട്. ദെൻ ആ കമ്പനിയുടെ പ്രസൻറ്റ് പൊസിഷൻ ഹ്യൂജ് ലോസ് ഉണ്ടെങ്കിൽ അതെല്ലാം റൈറ്റ് ഓഫ് ചെയ്ത് ആ ഒരു ട്രൂ വാല്യൂ ഡിപ്പിക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഈ ലോസ് എല്ലാം കുറയുമ്പോൾ, ഫിക്റ്റീഷ്യസ് അസറ്റ് ലോസുകളെല്ലാം കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഇൻവെസ്റ്റേഴ്സിൻ്റെയും കോൺഫിഡൻസ് കൂടും, ഗുഡ് വില്ല് കൂടും, പബ്ലിക് കോൺഫിഡൻസ് ഇൻക്രീസ് ആവും. ദെൻ
ആ കമ്പനിയുടെ അസറ്റിൻ്റെയൊക്കെ റിയൽ വാല്യൂ, കാരണം ഡിപ്രീസിയേഷൻ എല്ലാം കുറയ്ക്കുകയാണ് നമ്മൾ അല്ലേ, അല്ലെങ്കിൽ റീവാല്യൂ ചെയ്യുകയാണ്. ഡിപ്രീസിയേഷനും അല്ല, അസറ്റ് ഫിക്സഡ് അസറ്റിൻ്റെയൊക്കെ വാല്യൂ റീവാല്യൂ ചെയ്യണം. അതായത് പണ്ട് വാങ്ങിച്ച അസറ്റുകൾ അതിൻ്റെ അപ്രീസിയേഷൻ സംഭവിച്ചത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിപ്രീസിയേഷൻ ഇതെല്ലാം കണക്കാക്കി ഇപ്പോഴുള്ള വാല്യൂ കണക്കാക്കുന്നുണ്ട്. കമ്പനിയുടെ അല്ലെങ്കിൽ ആ അസറ്റിൻ്റെ വാല്യൂ കണക്കാക്കുന്നുണ്ട്. ഇതെല്ലാം ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനകത്താണ് നടക്കുന്നത്. റീവാലുവേഷനൊക്കെ നടക്കുന്നത് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനാണ്. സോ അപ്പോൾ അസറ്റിൻ്റെ ഒരു റിയൽ വാല്യൂ അല്ലെങ്കിൽ നെറ്റ് വാല്യൂ എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അടുത്തത് മെത്തേഡ് ഓഫ് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ ആണ്. മെത്തേഡ് ഓഫ് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ട് മെത്തേഡാണ്, ഓൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റലും റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റലാണ്. ഓൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. സോ ഇവിടെ ഓൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ചേഞ്ചസ് ദ കോമ്പോസിഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. സോ അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു 10,000 ഷെയർ ഉണ്ട്. ഒരു ഷെയറിൻ്റെ വാല്യൂ, നമ്മളെ ഷെയറിൻ്റെ വാല്യൂ അതായത് 10,000 ഷെയർ, ഒരു ഷെയറിന് 100 രൂപയാണെന്ന് വിചാരിക്കുക. നമുക്കുള്ള എമൗണ്ട് എത്ര വരും? 10 lakh വരും അല്ലേ. നമുക്ക് എമൗണ്ട് 10 lakh വരും. ഇതിൻ്റെ കോമ്പോസിഷൻ നമ്മൾ മാറ്റാൻ പോവാണ്. സോ അത് എങ്ങനെയാണ് മാറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ 1,00,000 ഷെയർ ആക്കിയിട്ട് 10 രൂപയാക്കുന്നു. ഒരു ഷെയറിൻ്റെ വാല്യൂ 10 രൂപയാക്കുന്നു. അപ്പോഴും എമൗണ്ട് 10 lakh തന്നെയാണ്. ഇതൊരു മെത്തേഡ്. ഷെയർ ക്യാപിറ്റലിനകത്ത് ഓൾട്രേഷൻ സംഭവിക്കുകയാണ്. അപ്പോൾ ഷെയർ ക്യാപിറ്റലിനകത്ത് ഓൾട്രേഷൻ വരുമ്പോൾ ഏറ്റവും മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഫൈനൽ വാല്യൂവിൽ വലിയ ചേഞ്ചസ് വരില്ല. ഫൈനൽ വാല്യൂവിൽ ചേഞ്ചസ് ഇല്ല. അതായത് ഈ 10 lakh എന്ന് പറയുന്ന എമൗണ്ടിൽ ചേഞ്ചസ് ഇല്ല, ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. അതാണ് ഓൾട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊരു മെത്തേഡ് ഞാൻ പറഞ്ഞു. ദെൻ അടുത്ത ഇത് നേരെ റിവേഴ്സ് വരാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 ഇൻറ്റു 10 1 lakh. ഓക്കെ, ഇത് നേരെ കൂടുന്നു. 5,000 ഇൻറ്റു 20 ആക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 lakh ആണ്. സോ ഇവിടെ എന്താ സംഭവിച്ചത്? ഈ പറയുന്ന ഫേസ് വാല്യൂ, കമ്പനിയുടെ ഫേസ് വാല്യൂവിനകത്ത് ഇൻക്രീസ് വന്നു. ഈ പറയുന്ന നമ്മുടെ ഫൈനൽ ഫിഗർ സെയിം തന്നെ. സോ ഇതെല്ലാം ഓൾട്രേഷനാണ്. ഇതിനൊക്കെ ഓരോ പേരുകളുണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓൾട്രേഷൻ സംഭവിക്കുമ്പോൾ നമുക്ക് വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ വാല്യൂവിൽ, ആ പറയുന്ന ഷെയർ ക്യാപിറ്റലിൻ്റെ വാല്യൂവിൽ ചേഞ്ചസ് സംഭവിക്കില്ല. ഓൾട്രേഷൻ മാത്രമേ ആ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഫൈനൽ ഫിഗറിനകത്ത് ചേഞ്ചസ് ഇല്ല. നമ്പർ ഓഫ് ഷെയർസും പെർ വാല്യൂ ഓഫ് ഷെയർസിനകത്ത് മാത്രമേ അവിടെ ചേഞ്ചസ് സംഭവിക്കുകയുള്ളൂ. അതാണ് ഓൾട്രേഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഏതെല്ലാം രീതിയിൽ, അപ്പോൾ ഓൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഏതെല്ലാം രീതിയിലാണ് നമുക്കത് ഓൾട്ടർ ചെയ്യുന്നത്, കമ്പനി ഓൾട്ടർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പറയാം. കൺസോളിഡേറ്റഡ് ഷെയർസ് ഓഫ് സ്മോളർ ഡിനോമിനേഷൻ ഇൻറ്റു ലാർജർ ഡിനോമിനേഷൻ. ഞാൻ നേരത്തെ ഇപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ, സ്മോളർ ഡിനോമിനേഷൻ ഇൻറ്റു ലാർജർ ഡിനോമിനേഷൻ, അതിനെ പറയുന്ന പേരാണ് കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സ്മോളർ ഡിനോമിനേഷൻ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 100 ഷെയർ, ഒരു ഷെയറിന് 10 രൂപ, 1000 രൂപ. അത് എന്താക്കുന്നു? ലാർജർ ആക്കുന്നു. ഇവിടെ 20 ആക്കുന്നു. അപ്പോൾ ഇവിടെ എത്ര വരും? 50 വരും. കാരണം എമൗണ്ടിൽ വ്യത്യാസം വരാൻ പാടില്ല. 1,000. ഇതാണ് ഈ പറയുന്ന കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. സ്മോളർ ഡിനോമിനേഷൻ ഇൻറ്റു ഷെയർസ് ഓഫ് ലാർജർ ഡിനോമിനേഷൻ. ലാർജറിലേക്ക്, ചെറുതിൽ നിന്നും വലുതിലേക്ക് പോകുന്നു. ഡിനോമിനേഷൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ 10 രൂപ എന്നുള്ളത് 20 രൂപയിലേക്ക് കൂടി, അല്ലെങ്കിൽ 10 രൂപ എന്നുള്ളത് 100 രൂപയിലേക്ക് കൂടി. സോ ഇതൊക്കെയാണ് സ്മോളർ ഡിനോമിനേഷൻ എന്നുള്ളത് ലാർജർ ഡിനോമിനേഷനായിട്ട് മാറുന്നത്. അതാണ് കൺസോളിഡേറ്റ്. അങ്ങനെ ഒരു ഓൾട്രേഷൻ നടത്താം. രണ്ടാമത് പറയുന്നത് സബ് ഡിവൈഡ് ദ ഷെയർസ് ഓഫ് ലാർജർ ഡിനോമിനേഷൻ ഇൻറ്റു സ്മോളർ ഡിനോമിനേഷൻ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഒരു മിസ്റ്റേക്ക് എഴുതി, ടൈപ്പ് ചെയ്തതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. സബ് ഡിവൈഡ് ദ ഷെയർസ് ഓഫ് ലാർജർ ഡിനോമിനേഷൻ ഇൻറ്റു സ്മോളർ ഡിനോമിനേഷൻ. അതാണ് അവിടെ ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരമാണെങ്കിൽ 100 ഇൻറ്റു, ഇത് ലാർജിൽ നിന്നും സ്മോളറിലേക്ക് പോവുകയാണ്. 10 1000 വന്നു.
അത് ചെറുതാക്കുമ്പോൾ 5 കുറഞ്ഞു. അപ്പോൾ ഇവിടെ 200 വന്നു. എമൗണ്ടിൽ വ്യത്യാസം വരാൻ പാടില്ല, 1000 തന്നെ. കണ്ടോ, എമൗണ്ടിൽ വ്യത്യാസമില്ല, പക്ഷേ ഇവിടെ ലാർജ് ഡിനോമിനേഷൻ 10 രൂപ എന്നുള്ളത് 5 രൂപയായിട്ട് കുറഞ്ഞു. ഇതെങ്ങനെയാവാം? ഇപ്പോൾ ഇവിടെ വേണമെങ്കിൽ 100 ആക്കാം, എന്നിട്ട് ഇവിടെ 10 ആക്കാം, കുറഞ്ഞ് 10 ആക്കാം, അല്ലെങ്കിൽ 50 ആക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സോ അത് ക്വസ്റ്റ്യനിൽ പറയും, അതനുസരിച്ചാണ്. അപ്പോൾ സബ് ഡിവൈഡ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഓൾട്രേഷൻ നടത്താം. ദെൻ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസിനെ സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. കൺവേർട്ട് ദ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് സ്റ്റോക്കായിട്ടും സ്റ്റോക്കിനെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതൊരു ഓൾട്രേഷനാണ്. അടുത്തത് ക്യാൻസൽ ദ അൺഇഷ്യൂഡ് ഷെയർസ്. ഇഷ്യൂ ചെയ്യാത്ത ഷെയർസ്, അതായത് നമ്മൾ ടോട്ടൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉണ്ടാവും, അതിനകത്ത് ഇഷ്യൂഡ് ചിലപ്പോൾ കുറച്ചേ ചെയ്തിട്ടുണ്ടാവുള്ളൂ, ബാക്കി അൺഇഷ്യൂ ചെയ്യാണ്ട് കിടപ്പുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ഇൻക്രീസ് ദ ഷെയർ ക്യാപിറ്റൽ ബൈ ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ്. പുതിയ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഷെയറിൻ്റെ വാല്യൂ കൂട്ടുന്നു. ഇൻക്രീസിൻ്റെ ഷെയർ ക്യാപിറ്റലിൻ്റെ വാല്യൂ കൂടുന്നു പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട്. സോ ഇതൊക്കെ നമുക്ക് ഓൾട്രേഷൻ വഴി സാധിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ്. സോ ഈ ഓൾട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യണം, പ്രൊവിഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. പ്രൊവിഷൻസ് ഫോർ ഓൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. സോ അതിനകത്ത് ഫസ്റ്റ് പറയുന്നത് there should be a provision in the articles of association. കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ അതിന് പ്രൊവിഷൻ ഉണ്ടാവണം. എന്തെന്ന്? ഷെയർ ക്യാപിറ്റലിനെ ഓൾട്ടർ ചെയ്യാൻ ഉള്ള പെർമിഷൻ ഉണ്ട് എന്നുള്ളതിൻ്റെ അത് ആർട്ടിക്കിൾസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ദെൻ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കണം. ജനറൽ മീറ്റിങ്ങിൽ, കമ്പനിയുടെ ജനറൽ മീറ്റിങ്ങിൽ ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കണം. ദെൻ അതിൻ്റെ റെസൊല്യൂഷൻ പാസ്സാക്കിയത് 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാർക്ക് നോട്ടീസ് കൊടുത്തിരിക്കണം. 30 ദിവസത്തിനുള്ളിൽ കമ്പനിയുടെ രജിസ്ട്രാർക്ക് നോട്ടീസ് കൊടുത്തിരിക്കണം. ദെൻ സെബിയുടെ പെർമിഷൻ കിട്ടണം. സെബിയുടെ പെർമിഷൻ കൺഫർമേഷൻ വേണം. പിന്നെ കോർട്ട് ഓർഡർ, കൺഫർമേഷൻ ഓഫ് കോർട്ട് ഓർഡർ നോട്ട് റിക്വയർഡ്. കൺഫർമേഷൻ വേണ്ട. കോർട്ട് ഓർഡറിൻ്റെ കോർട്ടിൽ പോയി സമീപിച്ച് ഓർഡർ വാങ്ങിക്കേണ്ട, സെബിയുടെ കൺഫർമേഷൻ വാങ്ങിച്ചാൽ മതി. 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാറെ സമീപിച്ചിരിക്കണം, അല്ലെങ്കിൽ നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കണം റെസൊല്യൂഷൻ പാസ്സാക്കിയതിന് ശേഷം. സോ ഇത്രയാണ് അതിൻ്റെ പ്രൊവിഷൻസ്. ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ ഓൾട്ടർ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് മെത്തേഡ്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഓൾട്രേഷൻ ആണ്, ഷെയർ ക്യാപിറ്റലിനകത്ത് വരുന്ന ഓൾട്രേഷൻ ചേഞ്ചസ് ആണ് പറയുന്നത്. സോ നമുക്ക് അടുത്ത മെത്തേഡ് പറയുന്നത് ക്യാപിറ്റൽ റിഡക്ഷൻ ആണ്. അത് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ, ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു. അത് ക്യാൻസലേഷൻ വഴിയോ അല്ലെങ്കിൽ റീപർച്ചേസ് വഴിയോ ആണ് അവിടെ ചെയ്യുന്നത്. റീപർച്ചേസ് എന്ന് പറഞ്ഞാൽ ബൈബാക്ക്, നിങ്ങൾ ഓൾറെഡി പഠിച്ചാണ്. സോ അങ്ങനെയാണ് ക്യാപിറ്റൽ റിഡക്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഇസ് ക്യാൻസലേഷൻ ഓഫ് എനി പെയ്ഡ് അപ്പ് ഷെയർസ്, അല്ലേ? പെയ്ഡ് അപ്പ് ഷെയർസിനെ ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ റീപർച്ചേസ് ചെയ്യുക. അവരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയർസ് ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ റീപർച്ചേസ് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് ക്യാപിറ്റൽ റിഡക്ഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ വരുന്നത്. അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പ്രൊസീജിയർ പറയുന്നത് there should be a provision in the articles, നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ ഇവിടെ ഓർഡിനറി റെസൊല്യൂഷൻ പോരാ, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സായിരിക്കണം. അല്ലെ, ഭൂരിഭാഗം പേര് ജസ്റ്റ് ഒരു ഭൂരിഭാഗം കിട്ടിയാൽ പോരാ. 10ൽ 6 എന്നുള്ള ഭൂരിപക്ഷം കിട്ടിയാൽ പോരാ. 10ൽ ഇപ്പോൾ 8 9 അല്ലെങ്കിൽ അതിൽ 3ൽ 2 ഭാഗം എന്ത് വേണം, അല്ലെങ്കിൽ 5ൽ 4 ഭാഗം എന്നുള്ള രീതിയിൽ അങ്ങനെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ക്യാപിറ്റൽ റിഡക്ഷൻ സംഭവിക്കുകയുള്ളൂ. ദെൻ കോർട്ടിൽ കൺഫർമേഷന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കണം. റിഡക്ഷന് വേണ്ടി, ക്യാപിറ്റൽ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിനെ ക്യാപിറ്റൽ ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ അവരിൽ നിന്നും അത് റീപർച്ചേസ് ചെയ്യാനാണ്. അപ്പോൾ അതിന് കോർട്ട് ഓർഡർ കിട്ടിയിരിക്കണം. ആ ഓർഡർ കിട്ടിയതിന് ശേഷം പബ്ലിഷ് ചെയ്തിരിക്കണം. ആ ട്രൈബ്യൂണൽ അത് പബ്ലിഷ് ചെയ്തിരിക്കണം. ദെൻ 30 ദിവസത്തിനുള്ളിൽ ആ ഓർഡർ രജിസ്ട്രാർക്ക് കൊടുത്തിരിക്കണം. കമ്പനിയുടെ രജിസ്ട്രാർക്ക് 30 ദിവസത്തിനുള്ളിൽ ആ നോട്ടീസ്, ആ കോർട്ട് ഓർഡർ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇത്രയും പ്രൊസീജിയർ നടന്നാൽ മാത്രമേ ഈ പറയുന്ന ക്യാപിറ്റൽ റിഡക്ഷൻ സ്കീം കൺഫേം ആകുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് വരാൻ പറ്റില്ല. ഓക്കെ, സോ അപ്പോൾ ആലോചിക്കുക, ക്യാപിറ്റൽ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബൈബാക്ക്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയർസ് റീപർച്ചേസ് ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ അവരുടെ ഷെയർ ക്യാൻസൽ ചെയ്യുക എന്ന് പറഞ്ഞു.
സോ ഇതൊക്കെയാണ് അതിനകത്ത് വരുന്ന കുറച്ചുള്ള തിയറി പോർഷൻസ്. ദെൻ ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി കുറച്ചും കൂടി വരുന്നുണ്ട്, അത് ഗ്രാജുവലി നമ്മൾ പഠിക്കും. അതുകൂടാതെ ഇന്ന് നമുക്ക് അതിൻ്റെ ജേണൽ എൻട്രിയും കൂടി പഠിച്ചിട്ട് നമുക്ക് അടുത്ത വൈൻഡപ്പ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഡേയിൽ നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ജേണൽ എൻട്രി വരുമ്പോൾ ഇതിനകത്ത് ഓൾട്രേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റലായാലും ഇപ്പോൾ ഷെയർസിൻ്റെ തന്നെ റിഡക്ഷൻ ചെയ്യണമെന്നില്ല. നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇന്ത്യയിലെ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലെയിം റെഡ്യൂസ് ചെയ്യാണ്. ആരുടെ ക്ലെയിമാണ്? ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെയും ക്ലെയിം റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ എനിക്ക് 1 ലക്ഷം രൂപ കിട്ടാനുണ്ട്, അത് വേണ്ട 80,000 രൂപ ആക്കി കുറയ്ക്കുന്നു. എൻ്റെ ക്ലെയിം എനിക്ക് തരാനുള്ള എമൗണ്ട് 1 ലക്ഷത്തിൽ നിന്നും 80,000 രൂപയാക്കി കുറയ്ക്കുന്നു. അപ്പോൾ കമ്പനിക്ക് കിട്ടുന്ന 20,000 രൂപ ലാഭമാണ്. ആ ലാഭം ആ കമ്പനിയുടെ ആ എമൗണ്ട് എനിക്ക് തരാണ്ടാത്ത ആ എമൗണ്ട് വെച്ചുകൊണ്ട് കമ്പനി അത് മറ്റുള്ള ലോസുകൾ അത് റൈറ്റ് ഓഫ് ചെയ്യുന്നു. ഇതാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നമ്മൾ നേരെ ജേണൽ എൻട്രി ആണ്. അപ്പോൾ റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റലാണ്, റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ജേണൽ എൻട്രീസ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ്, റെഡ്യൂസിങ് ദ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ. റെഡ്യൂസിങ് ദ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ ജേണൽ എൻട്രി ഇതേ രീതിയിലാണ് ജേണൽ എൻട്രി വരുന്നത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു ക്യാപിറ്റൽ റിഡക്ഷൻ. റെഡ്യൂസിങ് ദ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ, അതായത് ഇക്വിറ്റി ഷെയർസിൻ്റെ പെയ്ഡ് അപ്പ് വാല്യൂ, അതായത് 1 lakh എന്നുള്ളത് മൈനസ് ആയാൽ കുറഞ്ഞു. പെയ്ഡ് അപ്പ് വാല്യൂ 1 ലക്ഷം രൂപ ഞാൻ അടച്ചിട്ടുണ്ട്, കമ്പനിയിലേക്ക് ഷെയറിൻ്റെയുമായി ബന്ധപ്പെട്ട് 1 ലക്ഷം രൂപ ഞാൻ അടച്ചിട്ടുണ്ട്. ആ എമൗണ്ട് എനിക്ക് തിരിച്ച് ഒന്നും തരാതെ തന്നെ, അല്ലെങ്കിൽ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാൻസൽ ചെയ്തുകൊണ്ട് ആ പറഞ്ഞ 10,000 സാക്രിഫൈസ് ചെയ്യുന്നു ഞാൻ, എൻ്റെ ക്ലെയിം വേണ്ടാന്ന് വെക്കുകയാണ്. അപ്പോൾ അത് 80,000 ആയിട്ട് കുറച്ചു. അപ്പോൾ എത്രയാണ് വാല്യൂ? പുതിയ വാല്യൂ 80,000 ആണ്. അപ്പോൾ കമ്പനിക്ക് കിട്ടുന്ന അവിടെ ഒരു ചെറിയൊരു ലാഭം പോലെ കിട്ടും, അത് 20,000, അത് ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് മാറും. അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ പഴയ വാല്യൂ, അതാണ് ഓൾഡ് ഞാൻ എഴുതിയിരിക്കുന്നത്, അതിൻ്റെ ഡെബിറ്റ് ബാലൻസ് ആണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ പഴയ വാല്യൂ 1 lakh, ദെൻ പുതിയത് റിഡക്ഷൻ കഴിഞ്ഞ് അത് 80,000 ആയിട്ട് മൈനസ് ചെയ്തു. അപ്പോൾ കമ്പനിക്ക് കിട്ടിയ ലാഭം 20,000 ആണ്, അത് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് മാറും. അതേപോലെ തന്നെയാണ് പ്രിഫറൻസ് ഷെയർസിൻ്റെ കേസിൽ. ഓൾഡ് പ്രിഫറൻസ് ഷെയർസ് അക്കൗണ്ട് ഡെപ്റ്റ്, അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയറിൻ്റെ വാല്യൂ എത്രയാണോ 50,000 എങ്കിൽ 50,000, അത് എത്രയായിട്ടാണോ കുറച്ചത് അതാണ് പുതിയത് ടു പ്രിഫറൻസ് ഷെയർ. സോ ഞാൻ അവിടെ ഇക്വിറ്റി ഷെയർ തന്നെയാണ് എഴുതിയേക്കുന്നത്, മാറിപ്പോയതാണ്, പ്രിഫറൻസ് ഷെയർ ആണ്. ഇക്വിറ്റി ഷെയർ എന്നുള്ളത് മാറ്റാൻ മറന്നുപോയി, പ്രിഫറൻസ് ഷെയർ ആണ്. രണ്ട് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് പ്രത്യേകം നോട്ട് ചെയ്യുക. റെഡ്യൂസിങ് ദ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർ ആണ് പ്രിഫറൻസ് ഷെയർസ് അക്കൗണ്ട് ഡെപ്റ്റ് ഇക്വിറ്റി പ്രിഫറൻസ് ഷെയർസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു പ്രിഫറൻസ് ഷെയർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ. അതാണ് ജേണൽ എൻട്രി. പ്രത്യേകം ഒന്ന് നോക്കിക്കോളുക, ജേണൽ എൻട്രിയിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. സോ അപ്പോൾ രണ്ട് ജേണൽ എൻട്രി കഴിഞ്ഞു. ഇക്വിറ്റി ഷെയറിൻ്റെ ജേണൽ എൻട്രി നമ്മൾ പറഞ്ഞു, പ്രിഫറൻസ് ഷെയറിൻ്റെ ജേണൽ എൻട്രി പറഞ്ഞു. അപ്പോൾ അവർ സാക്രിഫൈസ് ചെയ്തു, അല്ലെ, കുറച്ച് എമൗണ്ട് സാക്രിഫൈസ് ചെയ്ത് ക്ലെയിം റെഡ്യൂസ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സാക്രിഫൈസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അവരുടെ ക്ലെയിം റെഡ്യൂസ് ചെയ്തു, ആദ്യമുള്ളതിൽ നിന്നും കുറവായി. അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓൾഡ് പ്രിഫറൻസ് ഷെയറിൻ്റെ വാല്യൂ ഡെബിറ്റും ന്യൂ പ്രിഫറൻസ് ഷെയറിൻ്റെ വാല്യൂ ക്രെഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ക്യാപിറ്റൽ റിഡക്ഷനിലേക്കും പോകുന്നു. അടുത്തത് ഫോർ റെഡ്യൂസിങ് ദ പെയ്ഡ് അപ്പ് വാല്യൂ ഇക്വിറ്റി ഷെയർസ്, അത് നമ്മൾ പറഞ്ഞു അല്ലേ. ദെൻ അടുത്തത് വരുന്നത് സാക്രിഫൈസ് ഹാസ് ബി മെയ്ഡ് ഫോർ ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സിൻ്റെ കേസിൽ വരുന്ന സാക്രിഫൈസ്, ഡിബഞ്ചേഴ്സിൻ്റെ കേസിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സും എന്ത് ചെയ്യുന്നതാണ്, അവർക്ക് ഷെയർ വേണ്ട എന്ന് പറയുകയാണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അവർക്ക് ഷെയർ മീൻസ് അവർക്ക് കിട്ടാൻ ക്ലെയിം കുറയ്ക്കുകയാണ്. 1 ലക്ഷം രൂപ എന്നുള്ളത് 75,000 ആക്കി കുറയ്ക്കുന്നു. സോ അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ എക്സിസ്റ്റിംഗ് വാല്യൂ, അല്ലെ, ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ എക്സിസ്റ്റിംഗ് വാല്യൂ ആദ്യം കൊടുക്കുന്നു, ഡെബിറ്റ് ബാലൻസ് കൊടുക്കുന്നു, അതിനുശേഷം അതായത് ഓൾഡ്, ദെൻ അതിനുശേഷം കുറഞ്ഞത് ആദ്യം 1 lakh ആയിരുന്നു, ദെൻ അത് 50,000 ആയിട്ട് കുറച്ചു. അപ്പോൾ അത് രണ്ടാമത്തെ ക്രെഡിറ്റ് ബാലൻസിൽ കാണിക്കും. ഡിഫറൻസ് വരുന്നത് 50,000 ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് പോകും. ഇങ്ങനെയാണ് ജേണൽ എൻട്രി വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും. സോ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഡിബഞ്ചേഴ്സ് ടു ക്യാപിറ്റൽ റിഡക്ഷൻ, ഓൾഡ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റ് ന്യൂ ഡിബഞ്ചർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ, ഇതാണ് ജേണൽ എൻട്രി വരുന്നത്. സോ അടുത്ത ക്രെഡിറ്റേഴ്സ് അവർക്ക് ക്യാഷ് റെഡ്യൂസ് ചെയ്യാം, അവിടെ റിഡക്ഷൻ അലൗ ചെയ്യാം. അപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ റിഡക്ഷൻ, അവിടെ ഓൾറെഡി ക്രെഡിറ്റേഴ്സ് ന്യൂ ക്രെഡിറ്റേഴ്സിന് എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ നേരെ എമൗണ്ട് എഴുതുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്
നേരെ ഒരു ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ എടുക്കുക. ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂയിൽ നിന്നും പുതിയ ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ കുറച്ചത് എത്രയാണെന്നുള്ളത് നോക്കുക. ആ എമൗണ്ട് ഇവിടെ എഴുതുക. ദെൻ എത്രയാണോ കുറവ് വന്നത് അത് ഇവിടെ എഴുതുക. ഫോർ എക്സാമ്പിൾ 1,00,000 രൂപയാണ് തരാനുള്ളത്. അത് 75,000 ആയിട്ട് കുറച്ചു. അപ്പോൾ ഇനി ഇവിടെ എഴുതേണ്ടത് 75,000 ആണ്. 75K. നമുക്കപ്പോൾ എത്രയാണ് കുറവ് വന്നത്? 25,000 ആണ് കുറവ് വന്നത്. സോ അപ്പോൾ അവിടെ എഴുതുന്ന ക്യാപിറ്റൽ ഡക്ഷനിലേക്ക് മാറ്റിയ എമൗണ്ട് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ 75,000 നിന്നും 25,000 മൈനസ് ചെയ്യുമ്പോൾ 25,000 ആണ് ഇവിടെ ക്യാപിറ്റൽ ഡക്ഷനിലേക്ക് വരുന്നത്. അത് മാത്രം ഇവിടെ എഴുതിയാൽ മതി. മൈനസ് ചെയ്ത എമൗണ്ട് മാത്രം. കാരണം ക്രെഡിറ്റേഴ്സ് ഓൾറെഡി ക്രെഡിറ്റ് ബാലൻസ് ആണ്, അതിനെ ഡെബിറ്റ് ബാലൻസ് ആക്കി. അപ്പോൾ എത്ര എമൗണ്ട് ആണോ മൈനസ് ചെയ്തത് അല്ലേ? എത്ര എമൗണ്ട് ആയിരുന്നു? നേരത്തെ 1 lakh ഉണ്ടായിരുന്നു. അതിൽ നിന്നും 75,000 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 25,000 ആണ്. അങ്ങനെയെങ്കിൽ 25,000 ആണ് അവിടെ കുറവ് വന്നേക്കുന്നത്. അതുകൊണ്ട് 25,000 രണ്ട് സൈഡിലും എഴുതുന്നു. സോ ഓൾഡ് ന്യൂ എന്ന് എഴുതുന്നതിന് പകരം നേരെ ഡിഫറൻസ് മാത്രം എഴുതുന്നു. സോ സെയിം വേയിൽ അപ്രീസിയേഷൻ ഓഫ് അസറ്റിനൊരു അപ്രീസിയേഷൻ വന്നു. സോ അങ്ങനെ വരുമ്പോൾ അപ്രീസ്ഡ് എമൗണ്ട്, ആ അപ്രീസിയേഷൻ നടത്തിയ എമൗണ്ട് അത് എത്രയാണോ ആ എമൗണ്ട്, അത് 1 lakh എന്നുള്ളത് 1,20,000 ആയി. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് 20,000 ആണ്. ഇവിടെ എഴുതേണ്ട എമൗണ്ട് 20,000 ആണ്. അവർക്ക് ഡിവിഡൻഡ്, പ്രിഫറൻസ് ഡിവിഡൻഡ് വേവ് ചെയ്യുന്നു. അത് അരിയേഴ്സ് ഉള്ള പ്രിഫറൻസ് ഡിവിഡൻഡ് വേവ് ചെയ്ത് കളയുന്നു, വേണ്ടാന്ന് വെക്കുന്നു. സോ അപ്പോൾ എത്രയാണോ വേണ്ടാന്ന് വെച്ച എമൗണ്ട്, ആ എക്സാക്റ്റ് എമൗണ്ട് മാത്രം ഇവിടെ കാണിച്ചാൽ മതി. പ്രിഫറൻസ് ഡിവിഡൻസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാപിറ്റൽ ഡക്ഷൻ എന്ന് പറഞ്ഞ് കാണിക്കുക. അപ്പോൾ അരിയേഴ്സ് ഓഫ് ഡിവിഡൻഡ് 1 lakh ആണെങ്കിൽ അത് വേവ് ചെയ്തത് 1 lakh തന്നെയാണെങ്കിൽ ചിലപ്പോൾ 1,00,000 80,000 വേണ്ടാന്ന് വേവ് ചെയ്യും. അപ്പോൾ എത്രയാണോ വേണ്ടാന്ന് വെച്ചത്, ഇപ്പോൾ 80,000 ആണെങ്കിൽ 80,000 വേണ്ടാന്ന് വെച്ചു, അത് ഇവിടെ കാണിക്കുന്നു. ഇപ്പോൾ ഫോർ അതിന് പകരം 10,000 ആണ് വേണ്ടാന്ന് വെച്ചത്. 10,000 ആണെങ്കിൽ സോ അവിടെ 10,000 കാണിച്ചാൽ മതി. 10,000 ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എത്രയാണോ വേണ്ടാന്ന് വെക്കുന്നത് അതനുസരിച്ചാണ് അവിടെ എമൗണ്ട് കാണിക്കുന്നത്. സോ അടുത്തത് റീകൺസ്ട്രക്ഷൻ എക്സ്പെൻസ് പേ ചെയ്യുമ്പോൾ, അപ്പോൾ റീകൺസ്ട്രക്ഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഡക്ഷൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക്, ഇത് നമുക്ക് ക്യാപിറ്റൽ ഡക്ഷൻ രണ്ട് രീതിയിൽ എഴുതാം കേട്ടോ. ഒന്നിൽ ക്യാപിറ്റൽ ഡക്ഷൻ എഴുതാം, അല്ലെങ്കിൽ റീഓർഗനൈസേഷൻ എഴുതാം, അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ അക്കൗണ്ട് എന്ന് എഴുതാം. സോ നമ്മൾ എളുപ്പത്തിന് ക്യാപിറ്റൽ ഡക്ഷൻ എന്ന് പറയാൻ എഴുതി ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ റീകൺസ്ട്രക്ഷൻ എക്സ്പെൻസ് വരുമ്പോൾ ക്യാപിറ്റൽ ഡക്ഷൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് എന്നാണ്. സോ അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറേ കാശ് നമ്മുടെ കയ്യിലേക്ക് കിട്ടി അല്ല, ക്യാപിറ്റൽ ഡക്ഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റി. ഇക്വിറ്റി ഷെയറിൽ നിന്നും ക്ലെയിം റെഡ്യൂസ് ചെയ്തപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും ക്ലെയിം റെഡ്യൂസ് ചെയ്തു, ക്യാപിറ്റലിൽ നിന്നും ക്രെഡിറ്റേഴ്സിൽ നിന്നും ക്ലെയിം റെഡ്യൂസ് ചെയ്തു, ഡിബഞ്ചേഴ്സിൽ നിന്നും ക്ലെയിം റെഡ്യൂസ് ചെയ്തു. അപ്പോൾ കുറേ ക്ലെയിം നമ്മൾ റെഡ്യൂസ് ചെയ്ത് നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കുറച്ച് എമൗണ്ട് സ്വരുക്കൂട്ടി. സോ ഈ എമൗണ്ട് വെച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു അക്യുമുലേറ്റഡ് ലോസ്, പാസ്റ്റ് അക്യുമുലേറ്റഡ് ലോസ്, അതുപോലുള്ള ലോസുകളെല്ലാം തന്നെ അവർ റൈറ്റ് ഓഫ് ചെയ്യും. സോ അത് നോക്കാം. അപ്പോൾ ക്യാപിറ്റൽ ഡക്ഷൻ അക്കൗണ്ട് ഡെപ്റ്റ്, ഇത്രയും നേരം നമ്മൾ ക്യാപിറ്റൽ ഡക്ഷനെ നമ്മൾ ക്രെഡിറ്റ് ബാലൻസാണ് ചെയ്തത് അല്ലേ? നോക്കിയാൽ കാണാം ക്യാപിറ്റൽ ഡക്ഷൻ നമ്മൾ ക്രെഡിറ്റ് ബാലൻസ് ആണ്. എല്ലാത്തിനും ക്യാപിറ്റൽ ഡക്ഷൻ ക്രെഡിറ്റ് ബാലൻസ് ആണ്. സോ ആ ക്യാപിറ്റൽ ഡക്ഷൻ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ക്യാപിറ്റൽ ഡക്ഷൻ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആദ്യം റീകൺസ്ട്രക്ഷൻ എക്സ്പെൻസ് പേ ഓഫ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം മറ്റുള്ള എക്സ്പെൻസ്, അതായത് ഫിക്റ്റീഷ്യസ് അസറ്റ്, അക്യുമുലേറ്റഡ് ലോസ് എല്ലാം റൈറ്റ് ഓഫ് ചെയ്യുന്നു. അപ്പോൾ അതിന് ജേണൽ എൻട്രി ക്യാപിറ്റൽ ഡക്ഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇൻടാഞ്ചിബിൾ അസറ്റ്, ഗുഡ് വിൽ ഉണ്ടെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്യുന്നു. പി ആൻഡ് എൽ അക്കൗണ്ട് നെഗറ്റീവ് ബാലൻസ്, അതായത് ഡെബിറ്റ് ബാലൻസ്, ലോസ് ആണെങ്കിൽ അക്യുമുലേറ്റഡ് ലോസ് ആണെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്യുന്നു. പ്രിലിമിനറി എക്സ്പെൻസ്, പേറ്റൻറ്റ്, ഡിസ്കൗണ്ട് ഇഷ്യൂ, ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ഇതെല്ലാം റൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ഓരോ ഐറ്റം, ഇപ്പോൾ ക്യാപിറ്റൽ ഡക്ഷനിൽ ഒരു എമൗണ്ട് ഉണ്ട്, ഒരു 1 lakh ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഗുഡ് വില് 10,000 ആണ്, പി ആൻഡിൽ ഒരു 20,000 ആണ്, പേറ്റൻറ്റ് ഒരു 10,000 ആണ്, ഡിസ്കൗണ്ട് ഇഷ്യൂ ഷെയർസ് ഒരു 10,000 ആണ്. സോ അപ്പോൾ ടോട്ടൽ എത്രയും 1 lakh നിന്നും 10, 20, 40, 50, 50,000 രൂപ നമ്മൾ ക്യാപിറ്റൽ ഡക്ഷൻ വരുത്തി. അപ്പോൾ ബാലൻസ് എത്രയുണ്ട്? പിന്നെ ഒരു 50,000 ഉണ്ട്. ആ 50 നേരെ ക്യാപിറ്റൽ റിസർവിലേക്ക് ഇടും. ബാലൻസ് ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ റിസർവിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ആദ്യം ക്യാപിറ്റൽ ഡക്ഷനുള്ള എമൗണ്ട് ഓരോന്നായിട്ട് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നു. ഗുഡ് വില്ല്, പി ആൻഡിൽ, പ്രിലിമിനറി എക്സ്പെൻസ്, പേറ്റൻറ്റ്, ഇതിനകത്ത് ഏതൊക്കെയാണോ ഉള്ളത് അതൊക്കെ റൈറ്റ് ഓഫ് ചെയ്യുന്നു. അതിനുശേഷം നേരെ ബാലൻസ് എമൗണ്ട് ക്യാപിറ്റൽ റിസർവിലേക്ക് പോകും. ചില കേസിൽ ക്വസ്റ്റ്യനിൽ പറയും ബാലൻസ് എമൗണ്ട് വേറൊരു കാര്യത്തിന് വേണ്ടി മാറ്റി വെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ക്യാപിറ്റൽ റിസർവിന് പകരം എന്താണോ ക്വസ്റ്റ്യനിൽ പറയുന്ന ആ പെർട്ടിക്കുലർ തിങ്, ചിലപ്പോൾ പ്രൊവിഷനായിട്ട് മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊവിഷൻ, എന്ത് പ്രൊവിഷനാണെന്നുള്ള ക്വസ്റ്റ്യനിൽ പറയും, അത് എഴുതി വെച്ചാൽ മതി. ടു ക്യാപിറ്റൽ റിസർവിന് വരും ടു പ്രൊവിഷൻ എന്ന് പറഞ്ഞ് എഴുതിയിടുക ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇല്ല എങ്കിൽ നേരെ ഇത് തന്നെ എഴുതിയാൽ മതി, ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണോ അതേപോലെ. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
ഇത്രയാണ് ജേണൽ എൻട്രീസ് ഉള്ളത്. ഈ ജേണൽ എൻട്രി കാണാണ്ട് പഠിക്കുക, വലിയ പാടില്ല അല്ലേ. നമുക്ക് സാക്രിഫൈസ് ചെയ്യുന്ന എമൗണ്ട് ക്യാപിറ്റൽ ആക്ഷനിലേക്ക് രണ്ട് രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആദ്യം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ സാക്രിഫൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്യാപിറ്റൽ ആക്ഷൻ സംഭവിക്കുന്നു. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു ക്യാപിറ്റൽ ആക്ഷൻ, ഓൾഡ് ആദ്യം ദെൻ ന്യൂ, പിന്നെ ക്യാപിറ്റൽ ആക്ഷൻ, ഡിഫറൻസ് എമൗണ്ട് ക്യാപിറ്റൽ ആക്ഷൻ. അത് തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ടു ക്യാപിറ്റൽ ആക്ഷൻ. ഡിബഞ്ചേഴ്സിനെ സെയിം. ക്രെഡിറ്റേഴ്സിൻ്റെയൊക്കെ വരുമ്പോഴത്തേക്കും സാക്രിഫൈസ് ചെയ്ത എമൗണ്ട് അല്ലെങ്കിൽ റിഡക്ഷൻ വന്ന എമൗണ്ട് മാത്രം എഴുതിയാൽ മതി. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ ആക്ഷൻ. 1 lakh എന്നുള്ളത് 75,000 ആയിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 75,000 ഇനി കൊടുക്കാനുള്ളൂ, ബാലൻസ് 25,000 ആണെങ്കിൽ 25,000 ആണ് അവിടെ കുറഞ്ഞത് അല്ലേ. അവിടെ 25,000 ആണ് കുറഞ്ഞത്. എത്രയാണോ കുറവ് വന്നത് അതാണ് ക്യാപിറ്റൽ ആക്ഷനിലേക്ക് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞു മാറിപ്പോയിട്ടുണ്ടോ എന്ന് അറിയില്ല. എത്രയാണോ കുറവ് വന്നത് ആ എമൗണ്ട് ആണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ 1 lakh എന്നുള്ളത് 75,000 കുറഞ്ഞു എങ്കിൽ 75,000 അവിടെ കാണിക്കണം. 1 lakh എന്നുള്ളത് 25,000 ആണ് കുറഞ്ഞെങ്കിൽ 25,000 ആണ് കുറഞ്ഞത്. അപ്പോൾ ആക്ച്വലി എത്രയാണോ റെഡ്യൂസ് ചെയ്യുന്നത് ആ റെഡ്യൂസ് ചെയ്യുന്ന വാല്യൂ ആണ് അവിടെ കാണിക്കേണ്ടത്. സോ അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എൻ്റെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.